ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. എപ്പോഴും രണ്ടാളെ കൂട്ടിയിട്ടുള്ളതല്ലേ പറയാറ്. അപ്പോൾ ഒറ്റയ്ക്കുള്ളവരൊക്കെ വിചാരിക്കും എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഉണ്ടാക്കലെന്ന്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ദൂരെയുള്ള ഒരു സബ്സ്ക്രൈബർ ഇങ്ങനെ വീഡിയോ കണ്ട് ഇതിൽ ഓരോ ഐറ്റംസും കാണുമ്പോൾ ഇങ്ങനെ അത് വാങ്ങണം കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാകില്ലേ, അങ്ങനെ ഉണ്ടായിട്ട് ഓർഡർ തന്നതാണ്. വേറെയും രണ്ടുപേരെ ഓർഡർ കൂടിയുണ്ട്. പ്രത്യേകം എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ദൂരെയായിട്ടും എന്നോട് വാങ്ങാൻ കാണിച്ച ആ മനസ്സുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. അങ്ങനെ തന്നെ രാവിലെ 7 മണിക്ക് തന്നെ ഇന്ന് പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 6 ഐറ്റംസ് ഉണ്ടാക്കാനുണ്ട്. 3 ആൾക്ക് ഓർഡർ ഉണ്ട്. ഞാൻ കരുതി 3 ഐറ്റംസ് ഞാൻ ഉണ്ടാക്കാനും 3 ഐറ്റംസ് അവൾ ഉണ്ടാക്കാനും. പിന്നെ കാജിയും കേക്കും ഇതൊന്നും അവൾ അതിൻ്റെ മാവ് കുഴച്ചെടുക്കൂല. അപ്പോൾ പരത്തി സെറ്റാക്കി കൊടുത്താളെ അവൾ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിച്ച് കാജിയും കേക്കും പിരിയടിയും ഞാൻ ഉണ്ടാക്കാം, ഇറച്ചിയടിയും കായടിയും ഹാഫ് മൂണും അവളും ഉണ്ടാക്കിക്കോട്ടെ എന്ന് കരുതി. അങ്ങനെ തന്നെ രാവിലെ തന്നെ വേഗം തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതിനുശേഷം വേഗം ഞാൻ പുറത്ത് അടുപ്പ് കത്തിച്ചിട്ട് തേങ്ങയൊക്കെ നല്ല പോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ നല്ല മുരിങ്ങനെ വറുത്തെടുക്കണം കേട്ടോ, എന്നാലേ നമ്മുടെ പിരിയട നല്ല സെറ്റായിട്ട് വരും. പിന്നെ ഇതാ ഞാൻ എല്ലാവരും ചോദിക്കലുണ്ട് ഈ കപ്പ് എത്രയാണെന്ന്. 350 ഗ്രാമാണ് കേട്ടോ ഈ കപ്പ് വരുന്നത്. അങ്ങനെ ഞാൻ രണ്ടാമത് ഇതാ കേക്കിന് കുഴച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ തേങ്ങ ചിരവിയെടുത്ത് പിന്നെ അത് ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിരിയടക്കുള്ള. രണ്ടാമത് ഇതാ ഞാൻ കേക്കിന് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ കേക്കിൻ്റെയൊക്കെ സെപ്പറേറ്റ് റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരോടാണ് പറയുന്നത് കേട്ടോ. എന്നാലും ഓരോരുത്തരും വീണ്ടും വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് ഓരോന്നിൻ്റെ റെസിപ്പിയും. എല്ലാ റെസിപ്പിയും ഞാൻ ഇട്ടതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ വീഡിയോയിലൊന്നും ഞാൻ കാണിക്കാത്തത്. ഞാൻ ഉണ്ടാക്കിയ സംഭവം തന്നെയാണല്ലോ പിന്നെയും ഞാൻ വീഡിയോ ഇടുന്നത്. പിന്നെ അതിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് വീഡിയോ ഇടുന്നത്. അങ്ങനെ അത് രണ്ടും അവിടെ സെറ്റാക്കിയതിന് ശേഷം മൂന്നാമത് ഞാനിതാ പിരിയടക്കുള്ള മാവൊക്കെ കുഴച്ചെടുത്തിട്ട് അതെല്ലാം ഒന്ന് പരത്തി എടുത്ത് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണിയാണ് അതിൽ പണ്ടം നിറക്കൽ. അതും ഞാൻ തന്നെ ചെയ്തെടുക്കുന്നത്. കാരണം ഇന്ന് ഞാൻ തന്നെയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഇതും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഞാൻ പിരിയഡയിൽ പണ്ടൊക്കെ നിറച്ചതിന് ശേഷം ഒക്കെ പിരിയിട്ടെടുക്കുന്നുണ്ട്. ഇന്നലത്തെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിനി, ഇതൊക്കെ വിൽക്കുന്ന വില കൂടി പറഞ്ഞു തരുമോ എന്ന് വെച്ചിട്ട്. പിരിയഡക്ക് 300, കാജക്ക് 250, കേക്കിന് 250, കോയലപ്പത്തിന് 240. ഇങ്ങനെയാണ് ഞങ്ങൾ റേറ്റ് വാങ്ങുന്നത്. ഷോപ്പിലോ ബേക്കറിയിലോ ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഈ റേറ്റിന് തന്നെയാണ് കസ്റ്റമർക്ക് ഡയറക്റ്റ് ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. അങ്ങനെ പിരിയഡൊക്കെ സെറ്റായതിനു ശേഷം ഞാനിതാ രാവിലെ 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴിതാ പത്തിരി ചുട്ടെടുക്കുന്നുണ്ട്. ഒരുപാട് പേര് പത്തിരിൻ്റെ റെസിപ്പി ഇടോ, പത്തിരി പൊടിക്കുന്നതിൻ്റെ അളവ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടിട്ടുണ്ടായിനി. ഇൻഷാ അല്ലാ ഞാൻ ഒരു ദിവസം പത്തിരി പൊടിക്കുന്നതിൻ്റെതും പിന്നെ പത്തിരി ചൂടുന്നതിൻ്റെതും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നതാണ്. ഇത് ഞാൻ തിരക്കിൻ്റെ ഇടയിൽ അനിയത്തി പത്തിരിക്കൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിനി. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് വേഗം ചുട്ടെടുത്തതാണ്. ടൈമില്ലാത്തത് കൊണ്ട് 10:30 മണിക്ക് ഓർഡർ ഫസ്റ്റത്തൊന്ന് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം പത്തിരി ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ 2 പത്തിരി തിന്ന്. എനിക്ക് പത്തിരി വല്ലാണ്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ 2 പത്തിരി എടുത്തിട്ട് വേഗം തിന്നിട്ടുണ്ട്. നങ്ക് മീൻ കറിയും ഉണ്ട്. എന്താ മാന്തൾ എന്നൊക്കെ ഓരോരോ നാട്ടിൽ പറയും, നമ്മൾ നങ്ക് എന്നാണ് പറയൽ. അങ്ങനെ നങ്ക് മീൻ കറിയുണ്ട്. തേങ്ങാപ്പാലെടുത്തിട്ട് കറി വെച്ചതാണ്. അങ്ങനെ വേഗം നാസ്തയും കൂടെ കഴിച്ചെടുക്കുന്നുണ്ട്. ഇത് കഴിച്ചിട്ട് വേണം ബാക്കി പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയുള്ള 2 ആൾക്ക് ഉച്ചയ്ക്ക് 2 മണിയാകുമ്പം തന്നെ സാധനം കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ എവിടെയും റെസ്റ്റില്ല, വേഗം തന്നെ ചെയ്തെടുക്കാനുണ്ട്. അങ്ങനെ നാസ്തയൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ കാജക്ക് വേണ്ടിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പിരിയഡിൻ്റെത് അവിടെ പരത്തി സെറ്റാക്കി കോട്ടി പിരിയൊക്കെ ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. രണ്ടാമത് ഞാൻ കേക്കിന് അവിടെ കുഴച്ച് അതും വെച്ചിട്ടുണ്ടല്ലോ. മൂന്നാമത് ഞാൻ കാജക്ക് കുഴച്ചെടുത്തിട്ട് അതും കൂടി പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർക്കാണെങ്കിൽ ഞാൻ കാജിൻ്റെ റെസിപ്പി സെപ്പറേറ്റ് ആയിട്ട് ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവർ ഒന്ന് കണ്ടു നോക്കാം. വേറൊരു കമൻറ്റ് വന്നിട്ടുണ്ട്, അതിന് ബ്രെഡ് പരത്തി അട്ടിക്ക് വെക്കുമ്പോൾ മുറിഞ്ഞു പോവില്ലേ എന്ന് പറഞ്ഞിട്ട്. അത് മുറിഞ്ഞു പോവുകയൊന്നും ചെയ്യില്ല കേട്ടോ. പിന്നെ കുറച്ച് സമയം അത് വെച്ചാൽ അത് നമ്മൾ ഷെയ്പ്പാക്കി എടുക്കൂലേ, ആ ടൈമിൽ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഉണ്ടാക്കിയ ഉടനെ നമ്മൾ അത് ആവിയിൽ ചൂടാക്കിയിട്ടൊന്ന് പരത്തി കൊടുക്കൂലേ, ആ പരത്തി കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ
വേഗം ഒന്ന് കോട്ടിയെടുത്താൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വാങ്ങുന്ന ബ്രെഡ് സാഗർ ബ്രെഡാണ്, അതിന് അധികം അങ്ങനെ ഓൾസ് ഒന്നും ഉണ്ടാവില്ല. ആ ബ്രെഡ് വാങ്ങിയാൽ അത്യാവശ്യം തിരക്കേടില്ലാണ്ട് തന്നെ അതിൻ്റെ ഷേപ്പൊക്കെ കിട്ടുന്നതാണ്. ഓക്കെ, ഷവർമ്മക്ക് എത്രയാണ് ചിക്കൻ ഇടുന്നത്, അതിൻ്റെ റേറ്റ് എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ട് കമൻ്റ് ഉണ്ടായിന്. അപ്പോൾ പോക്കറ്റ് ഷവർമ്മൻ്റെ റേറ്റ് 20 രൂപയാണ് ഞങ്ങൾ വാങ്ങുന്നത്. പിന്നെ അതിൽ ചിക്കൻ ഇടുന്നത് എത്രയാണെന്ന് വെച്ചാൽ ഒന്നിനും എനിക്ക് ഒരു അളവോ ഒന്നുമില്ല. പിന്നെയും കുറേ ഐറ്റംസൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അളന്നിട്ട് പറഞ്ഞു തരുന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് ഞാൻ ഒന്നിനും അളന്നിട്ട് എടുക്കാറില്ല. ചിക്കനൊക്കെ ഇടുമ്പോൾ ഞാൻ എൻ്റെ ഒരു കണ്ണിൽ ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു ഏകദേശം ഒരു കണക്ക്, നമുക്കത് ഇത്ര ആയി എന്നൊരു തോന്നൽ, ആ ടൈമിൽ അങ്ങനെ ഞാൻ ചിക്കൻ ഒരുപോലെ ഫ്രൈ ചെയ്ത് വെക്കും. എന്നിട്ടതിൽ ഇഷ്ടം പോലെ അങ്ങനെ ഇടുന്നതാണ്, അല്ലാണ്ട് ഒന്നിനും അളവും തൂക്കവും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ചേർക്കുന്നതാണ്. പിന്നെ ചോദിച്ചിട്ടുണ്ടായിന് സ്കൂട്ടി പഠിച്ചിട്ട് കുറേ ആയോ. സ്കൂട്ടി പഠിക്കൽ ഒരു അത്ഭുത കഥയാണ്. പിന്നെ പഠിച്ചിട്ട് എത്രയായെന്ന് വെച്ചാൽ ഒരു 6-7 വർഷം ആയിട്ടുണ്ടാകും. പിന്നെ ശരിക്കും എടുത്തിട്ട് പോകാൻ തുടങ്ങിയിട്ട് ഒരു 3 വർഷമായിട്ടും അതിൻ്റെ ഇടയിലും എന്തെല്ലോ സംഭവങ്ങളുണ്ടായിന്. ഫസ്റ്റ് എടുത്തിട്ടും എന്തെല്ലോ ഉണ്ടായിന്. ആർക്കെങ്കിലും അതറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കഥ കേട്ടാൽ വണ്ടി എടുക്കാത്ത ആളും വണ്ടി എടുത്തിട്ട് നല്ല കൂളായിട്ട് റോഡിലേ പോകും. ആർക്കെങ്കിലും ആ കഥ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കാജേൻ്റെ മുറിച്ചെടുക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിരിയുടെ പരത്തി വെച്ചിട്ടുണ്ട്, കാജയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പുറത്ത് അടുപ്പ് കത്തിച്ച് അതിൽ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് പിരിയുടെയൊക്കെ ഇട്ട് അത് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതേ എണ്ണയിൽ തന്നെ ഞാൻ കാജിയും കൂടി ഇട്ടിട്ട് അതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് മൂന്നാമത് ഇതാ കേക്കും കൂടിയിട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്തിട്ട്. പിന്നെ കേക്ക് ലാസ്റ്റ് ഞാൻ ചെയ്തെടുക്കും. അത് ചെയ്തെടുത്താൽ പിന്നെ എണ്ണ ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂല, ആ എണ്ണ അങ്ങനെ തന്നെ കളയും. അതുകൊണ്ട് കേക്ക് ലാസ്റ്റ് ചെയ്തെടുക്കാറുള്ളൂ. അങ്ങനെ ഇതാ ചെറിയ തീയിൽ ബാക്കിയുള്ള തീയൊക്കെ കളഞ്ഞ് ലോ ഫ്ലെയിം ആക്കിയിട്ടാണ് കേക്ക് വേവിച്ചെടുക്കുന്നത്. കേക്കിൻ്റെ ഉള്ളിൽ ഞാൻ കാട്ടിത്തരാം എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ആയാൽ ഉണ്ടാവില്ലെന്ന്. കേക്കിൽ എണ്ണയൊക്കെ ഒഴിച്ചത് കുറഞ്ഞാൽ, കുഴക്കുമ്പോൾ അതിലൊഴിക്കേണ്ട എണ്ണയില്ലേ അത് കുറഞ്ഞു പോയാൽ അതിൻ്റെ ഉള്ളിൽ വിട്ട് ബബിൾസ് കണക്കി ഉണ്ടാവും. ഇങ്ങനെ ഫുൾ ഒരു ഓൾസ് കണക്കിയായിട്ടുണ്ടാവും, ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ. അത് കാണുമ്പം തന്നെ മനസ്സിലാവും അതിൽ ഓയിൽ കുറഞ്ഞിട്ടുണ്ടെന്ന്. മറ്റേ സാധാ നല്ല വൃത്തിക്ക് ആയാൽ അത് ഇതിൻ്റെ ഉള്ളിൽ നല്ല പോലെ പെർഫെക്റ്റ് ആയിട്ട് കാണും. അത് ഞാൻ കാണിച്ചു തരാം പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക്. അങ്ങനെ ഇതാ കേക്കും ചുട്ടെടുത്തോണ്ടിരിക്കുന്നുണ്ട്, കഴിയാനായിട്ടുണ്ട്. എണ്ണൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. കേക്ക് ചുട്ടെടുത്താൽ ഒരു കട്ടി കൂടി വരും. കണ്ടോ, കേക്കിൻ്റെ ഉള്ളൊക്കെ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്, നല്ല പോലെ വെന്തിട്ടുണ്ട്. ഓരോരുത്തരും വെന്തിട്ടില്ല എന്നൊക്കെ പരാതി പറഞ്ഞില്ലേ, ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ കേക്ക് കിട്ടണം. ഇതാണ് ഇതിൻ്റെ ശരിയായ രീതി. പിന്നെ കാജയൊക്കെ ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഓരോ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടും അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്നുണ്ട്. എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. പിന്നെ ഇന്നലെ ഇട്ട വീഡിയോയിൽ എല്ലാവരും ഒരുപാട് പേര് എനിക്ക് വേണ്ടിയിട്ടും അനിയത്തിക്ക് വേണ്ടിയിട്ടും ഒക്കെ ദ്വാരക്കുന്നുണ്ട്. ആരോഗ്യത്തിനും ആയുസ്സിനും ആഫിയത്തിനും വേണ്ടിയിട്ടൊക്കെ എല്ലാവരോടും സ്നേഹം മാത്രം. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മറ്റൊരാളുടെ പ്രാർത്ഥനയിൽ നമ്മളെ ഉൾപ്പെടുത്തലല്ലേ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. അത് തന്നെയാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഒരുപാട് സമ്പത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവലെന്നല്ല, നമുക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ പ്രാർത്ഥിക്കൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഹൈർ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുക. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കിടന്നെടുത്തുനിന്ന് എണീച്ച് വന്നിട്ട് ഇപ്പം പണിയെടുക്കുന്ന ഒരാളാണ് ഞാൻ. ഡോക്ടർമാരൊക്കെ വിധി എഴുതിയതാണ്, ഒരിക്കലും ഇനി പണിയെടുക്കാൻ പാടില്ല, ഫുൾ റെസ്റ്റാണ്, മരണം വരെ റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. ആ വ്യക്തിയിൽ നിന്നും ഇന്ന് നിങ്ങൾ കാണുന്ന ഈ കോലത്തിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ കിടക്കാണ്ട് പണിയെടുത്തത് കൊണ്ട് മാത്രമാണ്. ഫുൾ എപ്പോഴും ബെഡ് റെസ്റ്റിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അങ്ങനത്തെ ഞാനാണ് ഇപ്പം ഈ പണിയെടുത്ത് കാശൊക്കെ ഉണ്ടാക്കുന്നത്. കാശുണ്ടാക്കുക മാത്രമല്ല, നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ എന്ന് കരുതി വീഡിയോ ഇടുന്നതും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ട് വീഡിയോ പിടിച്ചിട്ട്, കാരണം 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന സാധനമാണ് ഞാൻ 2 മണിക്കൂർ എടുത്തിട്ട് ഉണ്ടാക്കുന്നത്. വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും സമയം ലേറ്റ് ആകും. 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കേണ്ടത് 2 മണിക്കൂറാകും. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഫോണും തൂക്കി പിടിച്ചിട്ട് ഓരോ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും നിങ്ങളുടെ മുമ്പിലേക്ക് അത് എത്തിച്ചു തരുന്നതും. ചില സമയത്ത് രാത്രിയൊക്കെയാണ് എല്ലാം പണിയും കഴിഞ്ഞിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ വോയിസ് ഓവർ കൊടുക്കാൻ വരെ ടൈം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ
ആയിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇതെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഇത് പയ്യന്നൂർ കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബർ എത്തിയിട്ടുണ്ട്. അവർ കണ്ടപ്പോൾ ഹാപ്പിയായി. അവർക്ക് എന്നെ കണ്ടപ്പോൾ എന്ത് പറയണമെന്നറിയില്ല. എൻ്റെ വീഡിയോ ഇങ്ങനെ കണ്ട വീഡിയോ തന്നെ കണ്ടുകൊണ്ടിരിക്കലാണ് പണി എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ അവർക്ക് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർ മാതമംഗലില്ലതാണ് കേട്ടോ. പിന്നെ അവർക്ക് ഞാൻ പയ്യന്നൂരേക്ക് എത്തിച്ചു കൊടുത്തതാണ്. അങ്ങനെ അതൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വരികയാണ്. പോയത് ഒരു റൂട്ടിലാണ്, തിരിച്ചു വരുന്നത് വേറൊരു റൂട്ടിലാണ്. ഭൂമി ഉരുണ്ടതല്ലേ, അപ്പോൾ എല്ലാ കാഴ്ചകളും കാണാം. അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ റെസിപ്പികളുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.